CPM നേതാക്കളെ പരിഹസിച്ചതിൽ അമ്പലപ്പുഴ MLA ജി സുധാകരന് രൂക്ഷ ഭാഷയിൽ മറുപടിയുമായി ജില്ലാ സെക്രട്ടറി എച്ച് സലാം. പാർട്ടി നേതാക്കളെ അധിക്ഷേപിക്കുമ്പോൾ കാണിക്കുന്ന അവധാനത ദൗർബല്യമാണെന്ന് കരുതുന്നു. പിണറായി വിജയന്റെ കാരുണ്യം കൊണ്ടാണ് ജി സുധാകരന്റെ അഴിമതി വിരുദ്ധ മുഖംമൂടി കീറാത്തത്. പിണറായി വിജയന്റെ ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യത പോലും സുധാകരനില്ലെന്നും സലാം ഫേസ്ബുക്കിൽ കുറിച്ചു. ഫൈസൽ അസീസ് വിവരങ്ങൾ നൽകും. ഫൈസൽ, എന്താണ് സലാമിനെ പ്രകോപിപ്പിച്ചത്? അജിംസ്, ഇന്നലെയായിരുന്നു ജി സുധാകരന്റെ അമ്പലപ്പുഴ മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം. ജി സുധാകരൻ MLA അമ്പലപ്പുഴ മണ്ഡലം കമ്മിറ്റി അമ്പലപ്പുഴ മണ്ഡലത്തിലെ ഓഫീസിലെ ഉദ്ഘാടനം. അത് KC വേണുഗോപാൽ MP ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അതിനിടയിലുള്ള പ്രസംഗത്തിനിടെയാണ് CPM നേതാക്കളെ രൂക്ഷമായ രീതിയിൽ പരിഹസിച്ചുകൊണ്ട് ഈ ജി സുധാകരൻ ഒരു പ്രസംഗം നടത്തിയത്. അത് വലിയ രീതിയിൽ തന്നെ അത് ചർച്ചയാവുകയും വിവാദമാവുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതുപോലെ മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാലിനെയും ഉൾപ്പെടെ രൂക്ഷമായ രീതിയിൽ പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം നടത്തിയത്. അതിനിപ്പോൾ മറുപടിയായിട്ടാണ് CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ എച്ച് സലാം ഇപ്പോൾ അമ്പലപ്പുഴ മുൻ MLA കൂടിയായിട്ടുള്ള എച്ച് സലാം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ആ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് CPM ജി സുധാകരൻ രാഷ്ട്രീയ കോമാളിയായി മാറുകയാണ് എന്നുള്ളതാണ്. പാർട്ടി നേതാക്കളെ അധിക്ഷേപിക്കുമ്പോൾ കാണിക്കുന്ന അവധാനത ദൗർബല്യം ആണെന്ന് കരുതരുത് എന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. മാത്രമല്ല, പിണറായി വിജയന്റെ കാരുണ്യം കൊണ്ടാണ് ജി സുധാകരന്റെ അഴിമതി വിരുദ്ധ മുഖംമൂടി കീറാത്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ ഉദാഹരണമായി പറയുന്നത് 2021 തെരഞ്ഞെടുപ്പിൽ ജി സുധാകരൻ സ്ഥാനാർത്ഥിയായിരുന്നില്ല. പിന്നെ എന്തിന് പണം പിരിച്ചു, ആരിൽ നിന്നൊക്കെ പണം പിരിച്ചു, എത്ര പിരിച്ചു എന്നുള്ളത് കണക്ക് പുറത്തുവിടണം എന്ന സലാമിനെ ജി സുധാകരനെ വെല്ലുവിളിക്കുകയാണ് എച്ച് സലാം. മാത്രമല്ല, പിണറായി വിജയന്റെ ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യത പോലും സുധാകരനില്ല എന്നും എച്ച് സലാം പറയുന്നുണ്ട്. കൂടാതെ ഈ ആലപ്പുഴ നഗരസഭയിലെ ഭരണനഷ്ടവുമായി ബന്ധപ്പെട്ട് 2 സ്ത്രീകളുടെ കാര്യം കൂടി ജി സുധാകരൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതിൽ സ്ത്രീകളെ ഒരുത്തി എന്ന് വിളിച്ചിരുന്നു. അത് സ്ത്രീ അധിക്ഷേപമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് വീട്ടിലെ സ്ത്രീകളെയും അങ്ങനെയാണോ, ഒരുത്തി എന്നാണോ വിളിക്കുന്നത് എന്നും എച്ച് സലാം എടുത്ത് ചോദിക്കുന്നുണ്ട്. ജനങ്ങളുടെ മുന്നിൽ ജി സുധാകരൻ രാഷ്ട്രീയ കോമളിയായി മാറുകയാണ് എന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്. എച്ച് സലാമാണ് സുധാകരനെതിരെ രൂക്ഷ വിമർശനവുമായി ഫേസ്ബുക്കിൽ കുറിപ്പുമായി എത്തിയത്.